ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു UK ഡ്രീംസ്. ഇന്ന് നമ്മുടെ UK ഒരു ഓഫ് ഡേ ആയിരുന്നു. നേരെ സ്പ്രിംഗ് ഒക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളി വെതർ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. നേരെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് കൗൺസിൽ ടാക്സ് പേ ചെയ്യുക എന്നുള്ളതാണ്. നേരം ഇതാണ് കേട്ടോ കൗൺസിൽ ടാക്സിന് ഞങ്ങൾക്ക് വന്നിട്ടുള്ള ബില്ല്. നമുക്കറിയാലോ, നമ്മൾ UK ഓരോ മാസവും നമ്മൾ ഇത്ര പേ ചെയ്യണം. അന്നേരം നമുക്ക് ടോട്ടലായിട്ട് 1576 പൗണ്ടാണ്. അതായത് ഒരു വർഷം കൊണ്ട് നമ്മൾ അടച്ചു തീർക്കേണ്ടത് 1.5 ലക്ഷം രൂപയുടെ അടുത്താണ് ഒരു വർഷം കൊണ്ട് നമ്മൾ കൗൺസിൽ ടാക്സ് അടയ്ക്കേണ്ടത്. ഇത് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ടും എങ്ങനെ വേണമെങ്കിലും അടയ്ക്കാം. കൗൺസിൽ ടാക്സിൻ്റെ എമൗണ്ട് വരുന്നത് നമ്മുടെ വീടിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ്. അതായത് എത്ര ബെഡ്റൂം ഉണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്നേരം എൻ്റെ 2 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ്. അന്നേരം അതിന് വരുന്നത് ഇത്രയും എമൗണ്ടാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നതിന് UK വന്നതിന് ശേഷം ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ആയിരുന്നു. നമുക്കറിയാലോ, വിറ്റാമിൻ ഡിയുടെ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. പക്ഷെ നമ്മളിവിടെ വന്നതിന് ശേഷം UK കൂടുതലായിട്ടും ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു വെതറാണ്. അന്നേരം നമുക്ക് ഈ സൺലൈറ്റിൻ്റെ അഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടാവുന്നുണ്ട്. ഞാനിവിടെ UK വന്നു കഴിഞ്ഞിട്ട് ഒരു 6 months ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. അതായത് എനിക്ക് ഭയങ്കര മസിൽസ് പെയിൻ, ഭയങ്കര ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ ഹെയറൊക്കെ ആയാലും ഒത്തിരി അങ്ങോട്ട് പോവുമായിരുന്നു. ഒത്തിരി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പോവുമായിരുന്നു. അതേപോലെ മൂഡ് സ്വിങ്സ് ആയിട്ട് എനിക്ക് ഡിപ്രഷനൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. അന്നേരം ഞാനൊരു GP കൺസൾട്ട് ചെയ്ത ടൈമിൽ അവർ ചെക്ക് ചെയ്ത സമയത്താണ് എൻ്റെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി മൂലമാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാവുന്നതെന്ന് കണ്ടെത്തിയത്. നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നൊക്കെ കാൽസ്യം അബ്സോർബ് ചെയ്യുള്ളൂ. അന്നേരം അങ്ങനെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം അത് കാരണം തന്നെ ഞാൻ വിറ്റാമിൻ ഡി ടാബ്ലറ്റ് സപ്ലിമെൻ്റ് എടുക്കാൻ വേണ്ടി തുടങ്ങി. അന്നേരം ഇത് ബൂട്ട്സ് അതുപോലെ തന്നെ മോറിസൺ പോലെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഈ ഒരു ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മോർ ദാൻ 90 കൂടുതൽ മെഡിസിൻസ് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അന്നേരം അത് പെർ ഡേ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഷാമ്പൂ ഒക്കെ വാങ്ങി. അന്നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഓൾ.